ഇത് ഒരു സാധാരണ യാത്രയല്ല. ഇത് ഒരു മനുഷ്യന്റെ വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു യാത്രയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് വിശുദ്ധ ദൈവസഹായം പിള്ള നടന്ന വഴികളിലാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പല രാജാക്കന്മാരുണ്ട്, പല യുദ്ധങ്ങളുമുണ്ട്. എന്നാൽ വാളെടുത്തില്ലാതെ വിശ്വാസം മാത്രം പിടിച്ചുനിന്ന ഒരു മനുഷ്യന്റെ കഥ, അത് ദൈവം തന്നെ എഴുതിയ ചരിത്രമാണ്. വിശുദ്ധ ദേവസഹായം പിള്ള. 1712 ഏപ്രിൽ 23 ഇന്നത്തെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ നാട്ടളം എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിൽ നീലകണ്ഠപിള്ള ജനിച്ചു. ആ ഗ്രാമം അറിയാതെ പോയി അവിടെ ഒരു വിശുദ്ധൻ ജനിച്ചുവെന്ന്. നീലകണ്ഠപിള്ള ബാല്യം മുതൽ തന്നെ സത്യസന്ധനും നീതിമാനുമായ, ധൈര്യവും വാക്കിന്റെ ശക്തിയുമുണ്ടായിരുന്ന ഒരാൾ. അവന്റെ കഴിവുകൾ അവനെ തിരുവിതാംകൂർ രാജ്യസേവനത്തിലേക്ക് നയിച്ചു. തിരുവിതാംകൂർ രാജ്യത്ത് അദ്ദേഹം സൈനിക വകുപ്പിൽ ഉദ്യോഗസ്ഥനായി. പ്രശസ്തനായ രാമയ്യൻ ദളവയുടെ വിശ്വസ്ത സഹായി. അധികാരവും ബഹുമാനവും അവനെ തേടി വന്നു. എന്നാൽ അവന്റെ ആത്മാവ് ഇനിയും അശാന്തമായിരുന്നു. ഒരു നാൾ ക്രിസ്ത്യാനി സൈനികരുമായി അവൻ അടുത്തു. അവരുടെ ജീവിതശൈലിയും പ്രാർത്ഥനയും നീലകണ്ഠപിള്ളയെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. അവൻ ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തു. സ്നാനത്തിലൂടെ പുതിയ ജനനം. നീലകണ്ഠപിള്ള ലാസറായി ദേവസഹായം പിള്ള എന്ന പേരിലേക്ക്. ഇത് തിരുവിതാംകൂറിന് സ്വീകരിക്കാനായില്ല. ഒരു രാജോദ്യോഗസ്ഥൻ മതം മാറ്റിയിരിക്കുന്നു. അവനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി. അവനെ കൈകാലുകൾ കെട്ടി കമ്പുകളാൽ നിർദാക്ഷിണ്യമടിച്ചു. ചാട്ടവാറുകൾ മാംസം കീറി, ചൂടുള്ള ഇരുമ്പുകൾ ശരീരത്തിൽ അമർത്തി. ദാഹിച്ചു വെള്ളം ചോദിച്ചപ്പോൾ നിഷേധിച്ചു. തീയിൽ ശരീരം കരിഞ്ഞു. ഇരുണ്ട തടവറകളിൽ ദിവസങ്ങളും രാത്രികളും ഒരുമിച്ചു. പക്ഷേ വിശ്വാസം കരിഞ്ഞില്ല. 1752 ജനുവരി 14 അരൽവാഴി മൊഴി കാട്ടാടിമല. അവിടെ ഒരു വെടിയുണ്ട. ദേവസഹായം പിള്ള രക്ഷാസാക്ഷിയായി. അദ്ദേഹത്തിന്റെ വിശുദ്ധ ശരീരം കോട്ടാർ സെന്റ് ഫ്രാൻസിസ് സേവിയർ കത്തീഡ്രലിൽ സംസ്കരിച്ചു. ഇന്ന് ആ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 2022 മെയ് 15 പാപ്പ ഫ്രാൻസിസ് ദേവസഹായം പിള്ളയെ സഭയുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഒരു സാധാരണ മനുഷ്യൻ വിശ്വാസത്തിൽ അസാധാരണമായപ്പോൾ അവൻ വിശുദ്ധനായി. വിശുദ്ധ ദേവസഹായം പിള്ളെ, ഞങ്ങൾക്ക് ധൈര്യം തരണമേ. വിശ്വാസത്തിലൊടുങ്ങാതെ നടക്കാൻ കൃപ നൽകണമേ. ആമേൻ. ഈ മഴയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. എന്നാൽ എന്റെ മനസ്സ് ഈ വഴിയിലല്ല. അത് വിശുദ്ധനെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞിരുന്നു. ഒരു മനുഷ്യന് ഇത്രത്തോളം മാറിത്തീരാൻ കഴിയുമോ? വേദനയെ വിശ്വാസമായി മാറ്റാൻ കഴിയുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്നെന്റെ ഉള്ളിലേക്ക് ഒരു ഉത്തരമെത്തി. നിശബ്ദമായൊരു സത്യമായി. ദൈവം കൂടെയുണ്ടായാൽ അസാധ്യമായ ഒന്നുമില്ല. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ അവന്റെ എതിരായി ആർക്കാണ് നിൽക്കാൻ കഴിയുക? ദൈവം കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തിനാണ് ഭയപ്പെടേണ്ടത്? ഈ മഴ ഇപ്പോൾ വെള്ളമല്ല, ഇത് എന്റെ മനസ്സിനെ കഴുകുന്ന കൃപയാണ്. ദൈവസഹായം പിള്ള അനുഭവിച്ച പീഡനങ്ങൾ, ഈ മണ്ണ് സാക്ഷിയായ വേദനകൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദൈവസഹായം പിള്ള അനുഭവിച്ച കഷ്ടപ്പാടുകളും പീഡനങ്ങളുമാണ്. ഇത് കഥയല്ല, ഇത് ഈ മണ്ണിൽ സംഭവിച്ചതാണ്. ദൈവസഹായം പിള്ളയുടെ മുഖത്തേക്ക് മുളകുപൊടി വെള്ളത്തിൽ തിളപ്പിച്ചു. അതുകൊണ്ടുണ്ടായ കത്തുന്ന ആവി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പിടിപ്പിച്ചു. കണ്ണുകൾ കത്തിയപ്പോൾ, മൂക്ക് പൊള്ളിയപ്പോൾ, ശ്വാസമെടുക്കാൻ കഴിയാതെ അവിടെ ഒരു നിലവിളിയുമുണ്ടായില്ല, ഒരു പ്രതിഷേധവുമുണ്ടായില്ല.
അവിടെയുണ്ടായിരുന്നത് ഒരു പ്രാർത്ഥന മാത്രം. ഈ പീഡനം ശരീരത്തെ കത്തിച്ചു, എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ കത്തിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ചാട്ടവാർ ഉയർന്നത്. 1 അല്ല, 2 അല്ല, 30 അടി. ഓരോ അടിയും മാംസം കീറി, രക്തം വഴുകി. എന്നാലും അദ്ദേഹത്തിന്റെ വിശ്വാസം ഒടിഞ്ഞില്ല. എരുമയുടെ പുറത്ത് കയറ്റി നടത്തൽ, ഇത് വേദന മാത്രമല്ല, ഇത് അപമാനമാണ്. ദൈവസഹായം പിള്ളയെ ഒരു മനുഷ്യനായി കണ്ടില്ല. എരുമയുടെ പുറത്ത് കയറ്റി ഗ്രാമങ്ങളിലൂടെ നടത്തി. ജനക്കൂട്ടം പരിഹസിച്ചു. എന്നാൽ അദ്ദേഹം തലകുനിച്ചില്ല. ചൂടുള്ള ഇരുമ്പ് ശരീരത്തിൽ അമർത്തി. ചർമ്മം കരിഞ്ഞു. വേദന അസഹ്യമായി. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു തീ ഇതിനേക്കാൾ വലിയതായിരുന്നു. വിശ്വാസത്തിന്റെ തീ. ഇവിടെ നോക്കൂ, ഈ കല്ലുകളിൽ, ഈ ഫലകങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച വേദനകൾ കൊത്തിവെച്ചിരിക്കുന്നു. ഇതോർമ്മയ്ക്കായല്ല, ഇത് സാക്ഷ്യമാണ്. ദൈവസഹായം പിള്ള ഈ പീഡനങ്ങൾ സ്വീകരിച്ചത് ബലഹീനനായതുകൊണ്ടല്ല, വിശ്വാസത്തിൽ ദൃഢനായതുകൊണ്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ വാക്കുകൾ കുറയുന്നു, ചോദ്യങ്ങൾ ഉയരുന്നു. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ സഹിക്കാൻ കഴിയുമോ? ഉത്തരം ഇവിടെയാണ്. ദൈവം കൂടെയുണ്ടായപ്പോൾ. ഈ മണ്ണ് ഇന്നും സംസാരിക്കുന്നു. ദൈവസഹായം പിള്ള ഇന്നും നമ്മോട് പറയുന്നു, വിശ്വാസം വേദനയിലൂടെ കടന്നുപോകുമ്പോൾ വിശുദ്ധമാകുന്നു. ഇത് ദൈവസഹായം പിള്ളയെ വധിക്കാനായി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അവസാനമായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ അദ്ദേഹം ഒന്നും ചോദിച്ചില്ല. രക്ഷയോ ജീവിതമോ മാപ്പോ. പകരം തന്റെ ശത്രുക്കൾക്കായി പ്രാർത്ഥിച്ചു. തന്റെ പീഡകരെ ക്ഷമിച്ചു. ക്രിസ്തുവിനെ നിഷേധിക്കണമെന്ന അവസാന അവസരവും അദ്ദേഹം ശാന്തമായി നിരസിച്ചു. അധികാരത്തിനു മുമ്പിൽ മുട്ടുകുത്താൻ അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ ദൈവത്തിനു മുമ്പിൽ മുട്ടുകുത്താൻ അദ്ദേഹം ഭയപ്പെട്ടതേയില്ല. അതുകൊണ്ടാണ് ഈ മണ്ണ് ഇന്ന് വിശുദ്ധമാകുന്നത്. ഇതാണ് ആ പാറ. ദൈവസഹായം പിള്ള വെടിയേറ്റു വീണ സ്ഥലം. ഈ പാറയിൽ ഇന്നും വെള്ളമൊഴിച്ചാൽ ജനങ്ങൾ പറയുന്നു, രക്തത്തിന്റെ നിറം മങ്ങലായി കാണാമെന്ന്. ഈ മണ്ണിൽ അദ്ദേഹം മരിച്ചില്ല. ഈ മണ്ണിൽ അദ്ദേഹം ജനിച്ചു, ഒരു വിശുദ്ധനായി. ഇവിടെ നിൽക്കുമ്പോൾ വാക്കുകൾ കുറയുന്നു. ഒരു വെടിയുണ്ട, ഒരു മനുഷ്യൻ. എന്നാൽ ഒരു വിശ്വാസം മരിച്ചുപോയില്ല. ഇത് ഒരു സ്ഥലമല്ല, ഇതൊരു സാക്ഷ്യമാണ്.
ആരും ശബ്ദമുയർത്തുന്നില്ല. എല്ലാവരും ഹൃദയത്തിനുള്ളിൽ ഒരേ കാര്യമാണ് പറയുന്നത്. ഇത്ര വേദന സഹിച്ച മനുഷ്യൻ, ഇത്ര വിശ്വാസം എങ്ങനെ കൈവിടാതെ പിടിച്ചുനിന്നു? ഈ കല്ലറ ഒരു അവസാനമല്ല, ഇത് ഒരു സാക്ഷ്യമാണ്. വിശ്വാസം മരിക്കില്ലെന്ന് പറയുന്ന ഒരു തെളിവ്. ചുറ്റുപാടിലെ ചുവരുകൾ, അവിടെയൊക്കെയായി ദൈവസഹായം പിള്ളയുടെ ജീവിതകഥ പറയുന്ന ചിത്രങ്ങൾ, വേദനയുടെ ഘട്ടങ്ങൾ, നിശബ്ദതയുടെ വിജയം. ഇവിടെ കൈവച്ച് നിൽക്കുമ്പോൾ ഒരു തണുപ്പുണ്ട്, പക്ഷേ അത് കല്ലിൻ്റേതല്ല, വിശ്വാസത്തിന്റെ ശാന്തിയുടേതാണ്. ഈ സ്ഥലം നമ്മോടൊന്നും ശബ്ദത്തിൽ പറയുന്നില്ല, എന്നാൽ നമ്മുടെ ഉള്ളിൽ വളരെ ഉച്ചത്തിലൊരു വാക്കു മുഴങ്ങുന്നു. വിശ്വാസം വേദനയിലൂടെ വിശുദ്ധമാകുന്നു. ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ മാറ്റപ്പെട്ട ഒരാളാണ്. കാരണം ഇത് ഒരു കല്ലറയല്ല, ഇതൊരു മനുഷ്യൻ വിശുദ്ധനായി മാറിയ സ്ഥലമാണ്. ഈ മലയുടെ മുകളിലായി നിൽക്കുമ്പോൾ എന്റെ മനസ്സും ശരീരവും തണുത്തുപോകുന്നതുപോലെ തോന്നുന്നു. ഈ മലയുടെ മുകളിലായി നിൽക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ തണുത്തുപോകുന്നു. നിത്യജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളും ക്ഷീണങ്ങളും ഒരു നിമിഷം കൊണ്ട് അകലെയായി മറഞ്ഞുപോകുന്നു. ആ കാറ്റടിക്കുന്ന മലവായുവും അങ്ങകലെ കണ്ണിൽ നിറയുന്ന മലനിരകളും, പിന്നെ ഇങ്ങനെ നിശബ്ദമായി പെയ്യുന്ന ഈ ചാറ്റൽ മഴയും, ഇതെല്ലാം ചേർന്ന് വല്ലാത്തൊരനുഭവമാണ് മനസ്സിലേക്കൊഴുകി വരുത്തുന്നത്. അതെ, ഈ മണ്ണ് ആ വിശുദ്ധന്റെ പാദസ്പർശമേറ്റതുകൊണ്ടും സത്യത്തിനായി ജീവൻ തന്നെ പകരം നൽകിയതുകൊണ്ടും പ്രകൃതി തന്നെ ഇവിടമൊരു വരദാനമായി ഒരുക്കിയതുപോലെ തോന്നുന്നു. ഇവിടെയുണ്ടായിരിക്കുന്നത് ഒരു സ്ഥലം മാറ്റമല്ല, ഇത് ഒരു മനസ്സുമാറ്റമാണ്. അങ്ങകലെ കണ്ണിൽ നിറയുന്ന മലനിരകൾ, പച്ചയുടെ നിശബ്ദമായ വിസ്തൃതി, ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോൾ വാക്കുകൾ പോലും ആവശ്യമായില്ല. ഇപ്പോൾ പെയ്യുന്ന ഈ ചാറ്റൽ മഴ, ശബ്ദമില്ലാതെ മണ്ണിനെ തൊടുന്ന മഴത്തുള്ളികൾ, അതും കൂടി ചേരുമ്പോൾ ഒരു വല്ലാത്ത അനുഭവം മനസ്സിലേക്കൊഴുകി വരുന്നു. ഇത് സാധാരണമായൊരു പ്രകൃതി ദൃശ്യമായല്ല തോന്നുന്നത്. ഇത് ഈ വിശുദ്ധന്റെ പാദസ്പർശമേറ്റ മണ്ണായതുകൊണ്ടാകാം. സത്യത്തിനായി ജീവൻ തന്നെ പകരം നൽകിയ ഒരു മനുഷ്യന്റെ ഓർമ്മ ഇവിടെ ശ്വാസമെടുക്കുന്നത് പോലെ. അതിനാലാകാം പ്രകൃതി തന്നെ ഇവിടമൊരു വരദാനമായി ഒരുക്കിയിരിക്കുന്നത്. കാറ്റിലും മഴയിലും മലയിലും എവിടെയോ ഒരു വിശുദ്ധത സ്പർശിച്ചു നിൽക്കുന്ന അനുഭവം. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലൊരു വാക്ക് തന്നെ ഉരുകി വരുന്നു: വിശ്വാസത്തിനായി ജീവൻ നൽകിയിടത്ത് പ്രകൃതിയും പ്രാർത്ഥനയായി മാറുന്നു. ഇവിടെ നോക്കൂ, ഈ കല്ലിൽ ചെറുതായി ഇടിച്ചാൽ ഒരു മണിനാദം കേൾക്കാം. പണ്ടുകാലത്ത് ജനങ്ങൾ വിശ്വസിച്ചു ഈ ശബ്ദം ദൈവസഹായം പിള്ളയുടെ നിശബ്ദ പ്രാർത്ഥനയാണെന്ന്. ഈ കല്ലുകൾ വേദന കണ്ടവയാണ്. ഇവിടെയിലൂടെ നടക്കുമ്പോൾ ചുറ്റുമുള്ള കാറ്റുപോലും നിശബ്ദമാണ്. ഇത് ഒരു സാധാരണ കുന്നല്ല, ഇത് വിശ്വാസം ചൊരിഞ്ഞ മണ്ണാണ്.
ഇപ്പോഴീ കാറ്റ് വളരെ മൃദുവാണ്. ദൈവസഹായം പിള്ള ഇവിടെ വേദന അനുഭവിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെ ശാന്തമാണ്. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ മാറിയ ഒരാളാണ്. കാരണം ദൈവസഹായം പിള്ള നമ്മോടൊന്നും പറയുന്നില്ല, എന്നാലും എല്ലാം പഠിപ്പിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇതെന്റെ ഉള്ളിൽ തുടരുകയാണ്. നിങ്ങളും ഒരിക്കൽ ഇവിടെ വരൂ, നോക്കാൻ വേണ്ട, അനുഭവിക്കാൻ. കാരണം ഇതൊരു സ്ഥലമല്ല, ഇതൊരു വിശ്വാസത്തിന്റെ യാത്രയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദൈവസഹായം പിള്ള അവസാനമായി ഈ ഭൂമിയിൽ കാൽവച്ച ആ വിശുദ്ധ സ്ഥലത്താണ്. വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ പകരം നൽകിയ ഒരു മനുഷ്യൻ അവസാന ശ്വാസം വിട്ടത് ഇവിടെയാണ്. 1752 വർഷം ജനുവരി 14 വെടിയുണ്ട അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം ഇവിടെ അവസാനിച്ചുവെങ്കിലും ഒരു വിശുദ്ധന്റെ ചരിത്രം അവിടെ തുടങ്ങി. ഇത് ഒരു വധസ്ഥലം മാത്രമല്ല, ഇത് വിശ്വാസത്തിന്റെ വിജയം അടയാളപ്പെടുത്തിയ ഒരു ഭൂമിയാണ്. ദേവസഹായം പിള്ള വെടിയേറ്റു വീണ ഈ സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടു. ഈ പള്ളി കല്ലും ചുണ്ണാമ്പും കൊണ്ട് നിർമ്മിച്ച സാധാരണ കെട്ടിടമല്ല, ഇത് ഒരു രക്തസാക്ഷിയുടെ സാക്ഷ്യമാണ്. പള്ളിയുടെ ചുമരുകളിൽ നിൽക്കുന്ന നിശബ്ദത ദേവസഹായം പിള്ള അനുഭവിച്ച വേദനകളുടെ ഓർമ്മകൾ പോലെ. ഇവിടെ പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ വാക്കുകളേക്കാൾ വലിയ ഒരനുഭവം മനസ്സിലേക്ക് ഇറങ്ങിവരും. ഈ പള്ളിയുടെ വാസ്തുനിർമ്മാണം ലളിതവും ഗൗരവവുമാണ്. ഉയർന്ന ഗോപുരങ്ങളോ അലങ്കാരഭരിതമായ ശില്പങ്ങളോ ഇവിടെയില്ല. എന്നാൽ ഓരോ കല്ലും ഒരു കഥ പറയുന്നു. വിശ്വാസം പ്രദർശിപ്പിക്കാൻ അലങ്കാരം ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു നിർമ്മാണ ശൈലി. ഈ പള്ളിയുടെ നിലത്ത് കാൽ വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കെട്ടിടത്തിനകത്തല്ല, ഒരു വിശുദ്ധന്റെ സാക്ഷ്യത്തിനകത്താണ് നിൽക്കുന്നത്. ചുറ്റുമുള്ള പ്രകൃതി, കാറ്റ്, നിശബ്ദത, മണ്ണിന്റെ സൗരഭ്യം എല്ലാം ഈ സ്ഥലത്തെ പുണ്യമായി മാറ്റുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ദേവസഹായം പിള്ള ക്രിസ്തുവിനെ വിട്ടുകൊടുക്കാതെ നിന്ന ആ നിമിഷം നമ്മുടെ മനസ്സിൽ ജീവിച്ചുയരുന്നു. ഈ സ്ഥലം ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്: വിശ്വാസത്തിനു വേണ്ടി ജീവിതം നൽകാൻ തയ്യാറായ മനുഷ്യർ ഇതാ ഈ ഭൂമിയിലും ജനിച്ചുവെന്ന്. ദേവസഹായം പിള്ള വെടിയേറ്റു വീണ ഈ മണ്ണ് ഇന്ന് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു പാഠശാലയാണ്.
ഞാൻ ഈ മലയിൽ നിന്നിറങ്ങുമ്പോൾ എന്റെ ഉള്ളിലാകെ ദേവസഹായം പിള്ളയുടെ ഓർമ്മകളാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലത്തിന്റെ പുണ്യം എന്റെ ശരീരത്തിലേക്ക് പകർന്നതുപോലെ ഒരു അനുഭവം. ക്രിസ്തുവിനു വേണ്ടി മുറിവേറ്റ് പീഡനമേറ്റ് ഒരേ ഒരു വിശ്വാസത്തിൽ ഉറച്ചുനിന്ന ഒരു വിശ്വാസിയുടെ, ഒരു വിശുദ്ധന്റെ ജീവിതം എനിക്ക് കാണിച്ചു തന്നത് വിശ്വാസത്തിന്റെ എത്ര ആഴം ഒരു മനുഷ്യനെ ഇങ്ങനെ ഉയർത്തുമെന്ന സത്യം. അദ്ദേഹം നടന്ന പാതകൾ, സഹിച്ച വേദനകൾ ഒന്നും നഷ്ടമായില്ല. അവയെല്ലാം ഇന്ന് ഈ മലയിൽ നിന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്നതുപോലെ എന്റെ ഉള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം തിളച്ചുമറിയുന്നു. ഭയത്തേക്കാൾ വലിയതാണ് വിശ്വാസമെന്ന ബോധ്യം. ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു പീഡനവും ഒരു പരാജയവും അവസാനമല്ലെന്ന ഉറപ്പ്. അത്തരം ആത്മധൈര്യവുമായി ഈ വിശുദ്ധന്റെ ജീവിതം എന്റെ യാത്രയ്ക്കും അർത്ഥം നൽകുമ്പോൾ ഞാനിനി ഈ മലയിൽ നിന്നിറങ്ങുകയാണ്. എന്നാൽ ദേവസഹായം പിള്ളയുടെ വിശ്വാസം എന്നോടൊപ്പം ഇനിയും യാത്ര തുടരും. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഒരാത്മീയ ആരംഭം മാത്രമാണ്.